ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സലൂസ. അപ്പം ഞാനിവിടെ എത്തിക്കുന്നത് നമ്മുടെ ഈ സിറ്റുവേഷൻ, അതായത് ഈ കൊറോണ സിറ്റുവേഷനിൽ നമുക്ക് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സാണ്. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സായിട്ട് നമുക്ക് എന്താണ് സ്കൂളോ കോളേജ് അവിടെ തന്നെ അസൈൻമെൻറ്റും നോട്ടും എല്ലാം എഴുതി അവർക്ക് അയച്ചു കൊടുത്ത് നമുക്ക് മതിയായില്ല. അപ്പോൾ ഞാൻ എത്തിക്കുന്നത് അതിനൊക്കെ ഒരു സൊല്യൂഷനായിട്ടാണ്. അത് നമുക്ക് എഴുതാതെ ഹാൻഡ് റിട്ടൺ ഫോമിൽ തന്നെ എന്താണ് നമുക്കൊരു നോട്ട്ബുക്കിൻ്റെ പേജ് മാതിരി നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് PDF ആക്കിയിട്ട് അയച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതെങ്ങനെ ചെയ്യാം എന്നതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾ വീഡിയോ ഫുള്ള് കാണുക. പിന്നെ അതിനു മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എങ്കിൽ നിങ്ങൾക്ക് എൻ്റെ യൂസ്ഫുൾ വീഡിയോസ് ലഭിക്കുന്നത് നമുക്ക് വീട്ടിലേക്ക്. അപ്പോൾ ഗായ്സ്, നമുക്ക് എന്താണ് നമ്മുടെ വെബ്സൈറ്റ്, അതൊരു വെബ്സൈറ്റാണ്. അതിന് വേണ്ടി നമുക്ക് ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് ടെക്സ്റ്റ് ടു ഹാൻഡ് റൈറ്റിംഗ് എന്ന് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫസ്റ്റ് വരുന്ന ലിങ്കിൽ കയറണം. ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ അവിടെ നിന്ന് എടുത്താലും മതി. എന്നിട്ട് സെർച്ച് കൊടുക്കുക. എന്നിട്ട് ഫസ്റ്റ് വരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലൂടെ വെബ്സൈറ്റ് ഓപ്പൺ ആയി കിട്ടും. അടിക്ക് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ അവിടെ നോട്ട് ബുക്കിൻ്റെ പേജ് മേരി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ കുറേ ടെക്സ്റ്റുകളുണ്ടാവും. നിങ്ങളത് എന്താണ് റൈസ് ചെയ്തിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ഏതാണെന്ന് വെച്ചാൽ അവിടെ പേസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ചെയ്യുക. നമുക്ക് ടൈപ്പ് ചെയ്യാൻ കിടന്നത് എഴുതുന്നത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഗൂഗിളിൽ നിന്ന് എവിടെയെങ്കിലുമൊക്കെ പേസ്റ്റ് ചെയ്തിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഹാൻഡ് റൈറ്റിംഗ് ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ എന്താണ് ഫോണ്ട് മാറ്റാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ കുറച്ച് ഫോൺസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഫോണ്ട്, ഇത് ഹിന്ദിയാണ്, ഹിന്ദിൻ്റെ ആവശ്യമില്ല. അതിന് താഴത്ത് കൊടുക്കുക. ഇവിടെ കാണാൻ സാധിക്കും ഫോണ്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്താണ് അടുത്തതെന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് കയറ്റാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് എന്നാണ്. അപ്പോൾ നമുക്കിവിടെ ചൂസ് ഫയൽ, അതായത് ഒരു ഫോട്ടോ എടുത്തിട്ട്, അതായത് ഫോട്ടോ അല്ലെങ്കിൽ ഒരു ഇമേജ് കയറ്റി കൊടുത്ത് അതിനടുത്ത് ഹാൻഡ് റൈറ്റിംഗ് വരുന്നതാണ് പറയുന്നത്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വരുമില്ലെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. നമുക്ക് ടിക്ക് ചെയ്യുക. പക്ഷേ ഇതത്ര എഫക്റ്റീവായിട്ട് വന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും എന്താണ് വേറെ ഫോണ്ടുകളൊക്കെ നമുക്ക് നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് റിട്ടേൺ പോലെ തന്നെ ഉണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ നിങ്ങൾക്ക് ഫോണ്ട് സൈസ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഫോണ്ട് സൈസ്, പിന്നെ കളറ്, റെഡ്, ബ്ലൂ, ബ്ലാക്ക്, ആ 3 കളറുണ്ട്. നമുക്കിതിൽ ഏത് കളർ വേണം യൂസ് ചെയ്യുക. ബ്ലൂ തന്നെ യൂസ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കുറേ ഓപ്ഷനുകൾ തരുന്നുണ്ട്. അതായത് റെസൊല്യൂഷൻ, അങ്ങനെ നമുക്ക് അതിൻ്റെ റെസൊല്യൂഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെ വേണം അതൊക്കെ ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യുന്ന, അത് ഡിഫോൾട്ടായിരിക്കും. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് മാറ്റാവുന്നതാണ്. പിന്നെ ഇവിടെ മാർജിൻ ഒഴിവാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് ലൈൻസ് ഒഴിവാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്താണ് ലൈൻ ഇല്ലാത്ത പേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. നമുക്കിവിടെ എന്താണ് ജനറേറ്റ് ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൽ ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനു മുമ്പ് അവിടെ നിങ്ങൾക്ക് കണ്ടല്ലോ ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ആ പേജിൻ്റെ കളർ നമുക്ക് വെള്ളയല്ല മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതുമാതിരി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കളർ ചൂസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഗാലറിയിലുള്ള ഏതെങ്കിലും ഒരു ഇമേജ് ബാക്ക്ഗ്രൗണ്ട് വെക്കണമെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ എന്നിട്ട് ജനറേറ്റ് ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇത് ജനറേറ്റായി കിട്ടും. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ഇമേജ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഡൗൺലോഡ് ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും ഡൗൺലോഡായി. ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അവിടെ ഉണ്ട്. കുഴപ്പമില്ല, അടിപൊളി റെസൊല്യൂഷനൊക്കെ തന്നെയാണ്. പക്ഷെ നമുക്ക് നീല കളർ ഒരു നോട്ട് ബുക്കാണെന്ന് തോന്നില്ലല്ലോ. അപ്പോൾ നമുക്കത് വെള്ള കളർ തന്നെ ആക്കി വെക്കാം. വെള്ള കളറാക്കാൻ വേണ്ടി നമുക്കൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്യണം. അതിന് നമ്മളൊന്ന് പേജ് റിഫ്രഷ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ചെയ്തു വെച്ചെല്ലാം പോയിക്കോളും. ഫസ്റ്റ് തൊട്ട് ന്യൂ സൈറ്റ് പോലെ നമുക്ക് ഓപ്പൺ ആയി കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ പോലെ ഫോണ്ട് മാറ്റുക. ഇപ്പോൾ ലാസ്റ്റത്തെ ഫോണ്ട് എടുത്ത് അതും കുറച്ച് കുഴപ്പമില്ല, അതായത് നമ്മൾ എഴുതിയ മാതിരി തോന്നുന്ന ഫോണ്ടുകളാണ്. ലൈൻസ് ഒഴിവാക്കി ലൈൻ ഇല്ലാത്ത എയർ4 ഷീറ്റ് പേപ്പർ മാതിരി ആക്കിയിട്ടുണ്ട്. മാർജിൻസ് ഉള്ളത്. എന്നിട്ട് ഇവിടെ ജനറേറ്റ് ഇമേജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഇനി ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ, ഡൗൺലോഡ് ആയി കിട്ടിയിട്ടുണ്ട്.
നമുക്ക് കാണാൻ സാധിക്കും. ഒരു പേജിൽ നമ്മൾ എഴുതിയ പോലെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ സ്കൂളിൽ ഓൺലൈൻ ക്ലാസ്സൊക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് അസൈൻമെൻ്റ് ആയിട്ട് നമുക്ക് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കലാണല്ലോ. അപ്പോൾ നമുക്ക് ഗൂഗിൾ നോക്കി കഷ്ടപ്പെട്ടിരുന്ന എഴുതുന്നതിന് പകരം കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിത് നമ്മുടെ ഗാലറിയിലും ഉണ്ടാവുന്നതാണ്. ഗാലറിയിൽ കാണാൻ സാധിക്കും. ഇവിടെ ഉണ്ട്. നമുക്ക് ഇനി ഇവിടെ നിന്ന് PDF ആക്കുക എന്താണെന്ന് വെച്ചാൽ ചെയ്തിട്ട് നമുക്ക് സ്കൂൾ ഓർ കോളേജ് അയച്ചു കൊടുക്കാവുന്നതാണ്. നമുക്കിനി എഴുതിയിട്ട് സമയം കളയോ അല്ലെങ്കിൽ കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.